അരുണാചൽ പ്രദേശിൽ 3-2 ഭൂരിപക്ഷത്തോടെ ബി.ജെ.പി. അധികാരത്തിലേക്ക്. പേമ ഖണ്ഡു മുഖ്യമന്ത്രിയാകും. സിക്കിം ക്രാന്തികാരി മോർച്ച ഭരണം നിലനിർത്തി. തകർന്നടിഞ്ഞ പ്രതിപക്ഷം. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി കേരള വിഷൻ ന്യൂസ് പ്രതിനിധി നിതിൻ പ്രഭാകരൻ ചേരുന്നു. അരുണാചൽ പ്രദേശിൽ 3-2 ഭൂരിപക്ഷത്തോടെയാണ് ബി.ജെ.പി. അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ബി.ജെ.പി. തുടരുമോ? വിശദാംശങ്ങൾ. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇന്ന് വോട്ടെണ്ണൽ നടക്കുന്ന അരുണാചൽ പ്രദേശിൽ ബി.ജെ.പി. മികച്ച വിജയം നേടി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ അപ്രസക്തമാക്കുന്ന തരത്തിലുള്ള വിജയമാണ് ബി.ജെ.പി. അരുണാചൽ പ്രദേശിൽ നേടിയിരിക്കുന്നത്. 2019 കോൺഗ്രസ് അധികാരത്തിൽ വന്ന 3-2 ഭൂരിപക്ഷത്തോടുകൂടി കോൺഗ്രസ് അധികാരത്തിൽ വന്ന സംസ്ഥാനമായിരുന്നു അരുണാചൽ പ്രദേശ്. അവിടെ 2019 അധികാരത്തിലേറി 6 മാസത്തിനകം തന്നെ കോൺഗ്രസ് മന്ത്രിസഭ നിലംപതിക്കുകയും ചെയ്തു. തുടർന്നാണ് അന്ന് ബി.ജെ.പിയുടെ കുതിരക്കച്ചവടമെല്ലാം വലിയ വിവാദമായ ഒരു സാഹചര്യമായിരുന്നു. പേമ ഖണ്ഡു എന്ന മുൻ കോൺഗ്രസ് നേതാവിനെ മുൻനിർത്തി ചില പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുടെ സഹായത്തോടെയായിരുന്നു അന്ന് അരുണാചൽ പ്രദേശിൽ ബി.ജെ.പി. കളം പിടിച്ചതെങ്കിൽ 2024 എത്തുമ്പോൾ ബി.ജെ.പി. തനിച്ച് മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി അരുണാചൽ പ്രദേശിൽ അധികാരത്തിലേറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. 60 അംഗ നിയമസഭാ സീറ്റുകളിൽ 50-ലധികം സീറ്റുകളിൽ ഇപ്പോൾ ബി.ജെ.പി. ലീഡ് ചെയ്യുകയാണ്. നാഷണൽ പീപ്പിൾസ് പാർട്ടി 6 സീറ്റുകളിൽ ലീഡ് ചെയ്യുമ്പോൾ എൻ.സി.പി. അവിടെ 2 സീറ്റുകളിലാണ് ലീഡ് ചെയ്യുന്നത്. സമാനമായ സ്ഥിതിവിശേഷമാണ് മറ്റൊരു സംസ്ഥാനമായ സിക്കിമിലുള്ളത്. സിക്കിമിൽ അരുണാചൽ പ്രദേശിൽ ബി.ജെ.പി. ആണെങ്കിൽ സിക്കിമിൽ അവിടെയുള്ള പ്രാദേശിക പാർട്ടിയായ സിക്കിം ക്രാന്തികാരി മോർച്ച 32 സീറ്റുകളിൽ 31 സീറ്റുകളിലും ലീഡ് ചെയ്യുന്നു. തൊട്ടടുത്ത് പ്രതിപക്ഷമായ സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഒരു സീറ്റിൽ മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. സിക്കിമിൽ ദേശീയ രാഷ്ട്രീയ പാർട്ടികളായ ബി.ജെ.പിക്കും കോൺഗ്രസിനും നിലം തൊടാൻ കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ കോട്ടക്കൊത്തളമായിരുന്നു ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെല്ലാം തന്നെ. ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, കോൺഗ്രസ് ചിത്രത്തിലില്ലാത്ത രൂപത്തിൽ, അതായത് പ്രതിപക്ഷത്ത് ഒരു അംഗത്തെ പോലും ജയിപ്പിക്കാൻ കഴിയാത്ത രൂപത്തിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും കോൺഗ്രസിനെ തൂത്തെറിയുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ കഴിയുന്നു. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അരുണാചൽ പ്രദേശിൽ നേടിയ ഈ വലിയ വിജയം ബി.ജെ.പി. ക്യാമ്പിന് ആത്മവിശ്വാസവും കരുത്തും പകരുകയാണ്. അതോടൊപ്പം തന്നെ പക്ഷേ സിക്കിമിലെ ഒരു തിരിച്ചടി കൂടി എടുത്തു കാണേണ്ടതുണ്ട്. സിക്കിമിൽ വലിയ പ്രതീക്ഷയോടുകൂടിയായിരുന്നു സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ടിനോടൊപ്പം തന്നെ ബി.ജെ.പിയെ മത്സരിച്ചത്. എന്നാൽ പ്രതിപക്ഷത്തെ പൂർണ്ണമായും അപ്രസക്തമാക്കിയുള്ള ഒരു വിജയം സിക്കിമിൽ ക്രാന്തികാരി മോർച്ചയ്ക്ക് നേടാൻ കഴിഞ്ഞു. അതായത് 32 സീറ്റുകളിൽ 31 സീറ്റുകളിലും അവർ ലീഡ് ചെയ്യുന്നു. എന്തായാലും മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി സിക്കിമിൽ ക്രാന്തികാരി മോർച്ചയും അരുണാചൽ പ്രദേശിൽ ബി.ജെ.പിയും അധികാരത്തിലേക്ക് എത്തുകയാണ്. വൃന്ദ. ശരി, വ്യക്തമാണ്.